പ്രിയ സുഹൃത്തുക്കളെ, സുപ്രഭാതം. കരുതലോടെ തിരുത്തുന്നവരെ കണ്ടിട്ടുണ്ടോ? വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നുണ്ട്. മോശയുടെ നിയമപ്രകാരം ഒരുവൾ വ്യഭിചാരിയായി പിടിക്കപ്പെട്ടു എങ്കിൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് അനുശാസിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ഒരു കൂട്ടം പുരുഷന്മാർ ഈ സ്ത്രീയെ കൊണ്ടു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്, മോശയുടെ നിയമപ്രകാരം ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം, നീ എന്തു പറയുന്നു? യേശുക്രിസ്തു കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ട്, ഇൻവെർട്ടർ കോമയ്ക്കകത്ത് നിലത്തെഴുതി എന്തെന്ന് ഇതുവരെ ആർക്കും അറിഞ്ഞുകൂടാ, നിലത്തെഴുതിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. ഓരോരുത്തരും അവരവരുടെ കല്ലുകൾ ഇട്ട് തിരിച്ചുപോയി. മണിക്കൂറുകളുടെ പ്രസംഗമൊന്നും വേണ്ടിയൊന്നുമില്ല, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. നമുക്ക് നമ്മുടെ മനസ്സിൽ ഒന്ന് തിരിച്ചു ചിന്തിക്കാം, ഈ കല്ലെടുക്കാൻ നമുക്ക് സാധിക്കുമോ? എറിയാൻ സാധിക്കുമോ? അതോ കല്ല് നിലത്തിടാൻ സാധിക്കുമോ? തിരിഞ്ഞു പോകാൻ സാധിക്കുമോ? സുവിശേഷ പ്രസംഗമൊന്നുമല്ല, ചിന്തിക്കേണ്ട. ഇവിടെ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം കരുതലും തിരുത്തലുമാണ്. യേശുക്രിസ്തു വേറൊന്നും പറഞ്ഞില്ല, നീ പൊക്കോ, ക്ഷമയിലെ പാപം ചെയ്യരുത്, ഈ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നത്തെ കാര്യമൊന്നും നമുക്കും വലിയ പിടിയില്ല. ഇതൊരു കരുതലോടെയുള്ള സ്നേഹമാണ്. ഈ കരുതലിൻ്റെ മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. 3 കുട്ടികൾ, അവർ പൊതുവെ ചെവി കേൾക്കാൻ വയ്യാത്ത കുട്ടികളാണ്. അവരൊരു മത്സരത്തിൽ ഓടുകയാണ്. കാരണം അത്യാവശ്യം കാണാം, ഫിസിക്കലി ചലഞ്ച്ഡ് കുട്ടികളാണ്. അപ്പോൾ അവർ മത്സരത്തിൽ ഓടി ഏതാണ്ട് 1, 2, 3 പേരെ ആകുമ്പോൾ ആരെങ്കിലും ഒരാൾ വിജയിക്കണമല്ലോ. അങ്ങനെ ഓടി ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഒരു 10 മീറ്റർ ഇപ്പുറത്തേക്കുമ്പം ഇയാൾ തിരിഞ്ഞു നോക്കി, ഏറ്റവും മുമ്പ് നിൽക്കുന്ന ആൾ. അപ്പോൾ ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ആൾ പതുക്കെ അവിടെ ഇങ്ങനെ നിന്നു, വരുന്നില്ല മുമ്പോട്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഈ മുമ്പിൽ നിന്ന ആൾ തിരിഞ്ഞോടി. അപ്പം രണ്ടാമതൊന്നാളും തിരിഞ്ഞോടി. എന്നിട്ട് ഈ രണ്ടാമതൊന്നാളും ഒന്നാമതൊന്നാളും ഈ ബാക്കിൽ നിന്ന കുട്ടിയെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് ഇവർ 3 പേരും ഓടി വന്നു. ഇത് കരുതലാണ്. എന്ത് കരുതലാണ്? വിവേകമുള്ള മനുഷ്യന് അല്ലെങ്കിൽ വിവരമുള്ള മനുഷ്യന് ഒന്നാമതെത്തണമെന്നുള്ളൊരു തൃഷ്ണ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കുട്ടികൾക്ക് അങ്ങനല്ല. അവരല്പം മെൻ്റലി ചലഞ്ച്ഡ് ആയതുകൊണ്ട്, എല്ലാവരെയും പോലും ചിന്തിക്കാത്തതുകൊണ്ട് അവൻ വ്യത്യസ്തമായി ചിന്തിച്ചു. കാരണം എന്താ? അവൻ ആഹാരം കഴിക്കുമ്പം, ഒരാൾ ആഹാരം കഴിക്കുമ്പം കണ്ണ് കാണാത്തവനാണെങ്കിൽ മറ്റവൻ വാരി കൊടുക്കും. ചെവി കേൾക്കാത്തവനാണെങ്കിൽ കേട്ടത് അവനിപ്പോൾ മനസ്സിലാവുന്ന ഭാഷയിൽ, ലിഖിത ഭാഷയിൽ അവന് കരങ്ങൾ കൂട്ടി വായിക്കുന്ന രീതിയിൽ ഒക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ ആ ചെയ്തു കൊടുത്തത് ഇവിടെയും ചെയ്തു കൊടുക്കണ്ടേ എന്ന് കോർട്ടിൽ വെച്ച് അവൻ ചിന്തിച്ചു. മത്സരത്തിലെ വിജയത്തിലല്ല പ്രാധാന്യം, എൻ്റെ കൂടെ നിൽക്കുന്നവൻ എന്നോടൊപ്പം ഉണ്ടല്ലോ എന്ന ചിന്തയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ തിരുത്തുകയോ അല്ലെങ്കിൽ നിങ്ങളെ വെറുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ നന്മ കാണാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒന്നാമത് നിങ്ങളുടെ ബന്ധുക്കളാണ്. രണ്ടാമത് ആത്മാർത്ഥ സുഹൃത്തുക്കളെന്ന് കൂടെ നിന്ന് നടിക്കുന്നവരാണ്. 1000 പേര് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചാലും ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളോ മിത്രങ്ങളോ കൂടെ കടന്നവരോ കൂടെ ഒരേ പാത്രത്തിൽ കഴിച്ചവരോ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തളരുകയല്ല, നേരെ മറിച്ച് നിങ്ങൾക്ക് അപ്പുറത്ത് ഒരു നല്ല കാര്യം കണ്ടു, കുഞ്ഞെ ഇത് കൊള്ളാം, അതാണ് എസ്തെറ്റിക് സെൻസ്, നല്ലതാണ്, നന്നായിരിക്കുന്നു, ഈ കൈയ്യക്ഷരം കൊള്ളാം. 100 മാർക്ക് കിട്ടിയ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കണം. 10 മാർക്ക് കിട്ടിയ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയല്ല വേണ്ടേ. ഞാനൊരു ഉദാഹരണം കാണിക്കാം. ഇതിപ്പോൾ ഒരു ഗ്ലാസ്സാണ്. ഗ്ലാസ്സിലേക്ക് ഞാൻ അല്പം കട്ടൻ കാപ്പി ഒഴിക്കുക. കട്ടൻ കാപ്പി. ഈ ഗ്ലാസ് കണ്ടല്ലോ, ഇതിപ്പം കാണുന്നവൻ ചിലപ്പോൾ പറയും ഇത് റമ്മായിരിക്കും, രാവിലെ അടിച്ചു തുടങ്ങിയെന്ന് പറയും. അത് വേറെ കാര്യം. പക്ഷേ ഇത് കട്ടൻ കാപ്പിയാണ്. ഈ ഗ്ലാസ് കണ്ടിട്ട് നിങ്ങൾ എന്ത് പറയുന്നു? ഇത് ഒരു കൂട്ടർ പറയും ഇതിനകത്ത് 1/2 ഗ്ലാസ് കാപ്പി ഉണ്ട്, ചിലർ പറയും 1/2 ഗ്ലാസ് ശൂന്യമാണ്. ഈ ശൂന്യമാണെന്ന് പറയുന്നത് എപ്പോഴും കുറ്റപ്പെടുത്തുന്നവന് ഉണ്ട് എന്ന് തൃപ്തിപ്പെടുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മറ്റുള്ളവരിലെ നന്മ കണ്ട് പ്രോത്സാഹിപ്പിക്കാനും കരുതലോടെ തിരുത്തുവാനും നമുക്ക് സാധിക്കട്ടെ. ജോൺസൺ കരൂർ, നല്ല ദിവസം.